നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്യാരറ്റ് വെച്ചിട്ടുള്ള ലഡുവാണെന്ന്. പക്ഷേ ക്യാരറ്റ് മാത്രമല്ല, കുമ്പളങ്ങയും ക്യാരറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ലഡുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ, എങ്ങനെയാണ് കുമ്പളങ്ങ ക്യാരറ്റ് ലഡു തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് കുമ്പളങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. കുമ്പളങ്ങയും ക്യാരറ്റും നെയ്യിൽ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സ്ലൈസ് ബ്രെഡും 2 ടേബിൾ സ്പൂൺ ഓട്സും ഒരുമിച്ച് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഓട്സ് കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, ബ്രെഡ് മാത്രം മതിയാകും. പിന്നെ ഓട്സ് പൊടിക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യിൽ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഏകദേശം 1 കപ്പിന് മുകളിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂട് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഓരോ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. നേരത്തെ കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കുമ്പോൾ കൂടെ 2 ഏലക്കായ ചതച്ചത് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ കുമ്പളങ്ങ ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കൊടുത്ത് പറ്റിക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്